ഇത് ദിലീപ് രാധാകൃഷ്ണനല്ലേ? ആ സാർ, ഈ ആർക്കേസിന്റെ പരസ്യത്തിലുള്ള ദിലീപ് രാധാകൃഷ്ണൻ അല്ലേ? അതെല്ലോ. ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു പുറത്തുനിന്ന് പഠിക്കുന്ന കാര്യത്തില്. ഞങ്ങൾക്ക് ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു പുറത്തേക്ക് പോകാനായിട്ട്. സംസാരിക്കാലോ. ഇതൊരു ചോദ്യങ്ങളല്ല, ഇതൊരുപാട് മനുഷ്യന്മാരുടെ ഒരു ആശങ്കയാണ്. വിദേശ പഠനം എന്ന് പറയുന്നത് ബിസിനസ്സായിട്ട് മാത്രം കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത് വെറും ബിസിനസ്സാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം എല്ലാ മനുഷ്യന്മാരുടെ ഇടയിലുമുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം. എല്ലാ കാര്യത്തിലും അങ്ങനത്തെ ഒരു വശമുണ്ടല്ലോ. എല്ലാ കാര്യം ചെയ്യുന്നതിന് നല്ല രീതിയിലും ചെയ്യാം, ഈ പറഞ്ഞ പോലെ ബിസിനസ് മാത്രമായിട്ടും ചെയ്യാം. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഡിമാൻഡിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ പേരാണല്ലോ ബിസിനസ്. ആ ഡിമാൻഡ് ആക്ച്വൽ ഡിമാൻഡ് അല്ലാതെ ഒരു ക്രിയേഷൻ ഓഫ് ഡിമാൻഡിലേക്ക് നടന്ന് ആക്ച്വലി ഇല്ലാത്ത ഒരു ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. നിങ്ങൾ സ്റ്റഡി അബ്രോഡിൽ ഒരു കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ പൊസിഷൻ ചെയ്തു അനുസരിച്ചാണ്. നിങ്ങൾ പറഞ്ഞയച്ചിട്ടുള്ള കുട്ടികൾക്ക് ഡെഫിനറ്റായിട്ട് നല്ലൊരു ഭാവിയില്ല, അവർക്ക് ജോലി കിട്ടാതെ അലയുന്നുണ്ട്, അവർക്ക് തിരിച്ചു വരേണ്ട സാഹചര്യമുണ്ട്, അവർ കടക്കണിയിൽ പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ബിസിനസ് നടത്തുന്ന ഏതൊരു കൺസൾട്ടൻറ്റും ബിസിനസ് മാത്രമാണ് മോട്ടീവ് എന്ന് പറയുന്നത്. അതേസമയം നിങ്ങളൊരു ലയബിലിറ്റി ഫ്രീ ആയി എങ്ങനെ നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കണു, എങ്ങനെ അവിടെ സാധ്യതയുള്ള കോഴ്സുകൾ നിങ്ങൾ ഗൈഡൻസ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് മാത്രമല്ല, ആക്ച്വലി ഉള്ള ഒരാളുടെ ജീവിതത്തിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മളെങ്ങനെ പൊസിഷൻ ചെയ്തതനുസരിച്ച് നമുക്ക് അതിന് ആൻസർ പറയാൻ പറ്റുള്ളൂ. എനിക്കിപ്പം MSW വേണം എന്നാണ്, പക്ഷെ ആ ഒരു കോഴ്സിന് അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ പാർട്ട് ടൈം ഒന്നും കിട്ടുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു പ്രതിസന്ധിക്ക് അനുസരിച്ച് എൻ്റെ കയ്യിലുള്ള ഒരു വരുമാനം അനുസരിച്ച് എങ്ങനെയായിരിക്കും എനിക്കൊരു കോഴ്സ് അവിടെ സെലക്ട് ചെയ്ത് തരുന്നത്? നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ജോലി ഇല്ലാതെ നടക്കുന്ന ഒരു വിഭാഗമാണ് BSW MSW എങ്കിലും ഇതിന് റീസൺ നമ്മളൊരു പെർട്ടിക്കുലർ കോഴ്സിന് ഡിമാൻഡ് എങ്ങനെ വരുമെന്ന് ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ സോഷ്യൽ വർക്ക് പഠിച്ച ഒരാൾക്ക് ഇവിടുത്തെ സൊസൈറ്റൽ സെറ്റപ്പിനനുസരിച്ച് ഒരു കാര്യമായിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള കരിയറിൽ എത്തുന്നത് ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഓസ്ട്രേലിയ എടുത്തോളൂ അല്ലെങ്കിൽ യൂറോപ്പ് എടുത്തോളൂ, എവിടെ പോയാലും ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് കെയർ ഹോമുകളോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളോ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കാനുള്ള സംവിധാനം, അങ്ങനത്തെ ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും ഉണ്ട്, അതല്ലാതെ പ്രൈവറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഫണ്ടഡ് ആൻഡ് പ്രൈവറ്റ് റൺ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ ഈ പറഞ്ഞ സോഷ്യൽ വർക്ക് കുട്ടികൾ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിനെ പറ്റി ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളിവിടെ BSW പഠിച്ച് MSW പഠിച്ച് ജോലി കിട്ടുന്നില്ല വെച്ചാൽ ഇവിടുത്തെ സംവിധാനത്തിന് അതൊരിക്കലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സല്ല. അത് എവിടെയാണ് ആപ്റ്റ് ആയിട്ടുള്ളത്, അത് എന്തുകൊണ്ട് അവിടെ ആപ്റ്റ് ആവണമെന്നനുസരിച്ച് നമ്മൾ പഠിക്കാൻ പോയി പ്രശ്നം വരില്ല. യൂറോപ്പിൽ പഠിക്കാൻ പോവാം. യൂറോപ്പിൽ ഹാർഡ്ലി 3 ലക്ഷം 4 ലക്ഷം പെർ ഇയർ കൊടുത്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾ 15 ലക്ഷം മുടക്കിയിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിച്ചാൽ പോലും ഒരു കാലത്തും നിങ്ങളൊരു സോഷ്യൽ വർക്ക് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ US-ലോ ഒന്നും തന്നെ ജോലി ഇല്ലാതിരിക്കേണ്ടി വരില്ല. അപ്പം ഇവിടെ പഠിച്ചിട്ട് അവിടെ പോയി നമ്മൾ ജോലി ചെയ്യുവാണല്ലോ, അതാണ് അവിടുത്തെ പ്രശ്നം. അതായത് നമ്മൾ ഇവിടുന്ന് പഠിച്ചതിന് ശേഷം നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇഷ്യൂ വരുന്നത്. ഒരു ഗ്ലോബലി തന്നെ പല യൂണിവേഴ്സിറ്റികളുണ്ട്, ഗ്ലോബൽ റാങ്കിങ് ഓഫ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ QS റാങ്കിങ്, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്, അങ്ങനത്തെ കുറച്ച് സംവിധാനങ്ങളുണ്ട്. അതിലുൾപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾ ഏത് നാട്ടിൽ പോയിക്കാലും അതിനൊരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ IITs അല്ലെങ്കിൽ IIMs, BITS Pilani ഇതിനൊക്കെ തന്നെ QS റാങ്ക് ഉണ്ട്. ബട്ട് നമ്മളിവിടെ കാണുന്ന ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പലതിനും ഗ്ലോബൽ റാങ്ക് പോയിട്ട് നാഷണൽ റാങ്ക് പോലും ഇല്ല. അപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇല്ലാതെ നിങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, നിങ്ങൾക്ക് വേണ്ട അറിവ് നിങ്ങൾ ആ പ്രൊഫഷനിൽ നേടാതിരിക്കുക. അപ്പോൾ നിങ്ങളെ സ്വാഭാവികമായിട്ടും അവിടേക്ക് എത്തിപ്പെടാനുള്ള റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആവും. ആൾക്കാർ പിന്നെ വർക്ക് വിസയ്ക്ക് വേണ്ടി 5 ലക്ഷവും 10 ലക്ഷവും കൊടുത്ത് അങ്ങനെ എത്താനാണ് നോക്കുക. ദാറ്റ് ഈസ് എ റോങ്ങസ്റ്റ് റൂട്ട്. അല്ല, യൂറോപ്പിലേക്ക് പോവാന്നൊക്കെ പറയുമ്പോഴേ യൂറോപ്പിൽ ചീപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കവിടെ ആക്സെൻ്റ് പ്രോബ്ലം ആയിരിക്കും, നമുക്ക് അവരുടെ എല്ലാം ലൈഫ് സിറ്റുവേഷൻ, എക്സ്പെൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് ഒരു കുട്ടികൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഇത് തന്നെയാണോ? ഇതിന് 2 രീതിയിൽ ഇതിനെ കാണാം. ഒന്ന്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, അതൊരു 10, 20, 30 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ തന്നെ കുറച്ച് മുന്നേ ഉള്ള ജനറേഷൻ ആൾക്കാർ വേറെ സ്റ്റേറ്റിൽ, നമ്മുടെ ഇന്ത്യയിൽ വേറെ സ്റ്റേറ്റിലേക്ക് കിടന്ന വേറെ ഭാഷയാണ്. നിങ്ങൾക്ക് ഹിന്ദി പറഞ്ഞിട്ട് പോലും പിടിച്ചേക്കാൻ പറ്റാത്ത ലോക്കൽ ലാംഗ്വേജ് മാത്രം അറിയാവുന്ന ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ടില്ല നമ്മുടെ ആൾക്കാർ. അറബി നാടുകളിലേക്ക് കഷ്ടപ്പെട്ട് വിടുന്ന ഏതോ കാലത്ത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് ജോലി ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക, മലേഷ്യ, എത്രയോ രാജ്യങ്ങൾ. ഈ യൂറോപ്പിൽ പഠിക്കാൻ പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതും ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്, ലോക്കൽ ലാംഗ്വേജിൽ പോലുമല്ല. അത് ഭയങ്കര സംഭവമാണ്. അതെന്തോ ഒരിക്കലും നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. പണ്ട് കാലത്തെ ആൾക്കാർ സുഖമായിട്ട് ഇത്ര പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ എത്രയോ നാടുകളിൽ, അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും
ലോക്കൽ ലാംഗ്വേജ് ഒന്നും കയ്യിലില്ലാതെ പോയിട്ട് ജീവിതം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണ് ഇതൊക്കെ വലിയ സംഭവം? ഇന്ന് അതിനേക്കാളും കൂടുതൽ ഗ്ലോബൽ കണക്ടിവിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്, കൂടുതൽ ആൾക്കാർ ഗ്ലോബൽ കണക്ടിവിറ്റി വന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആൾക്കാർ ലോക്കൽ ഭാഷയിലാണ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് യൂറോപ്പിലൊക്കെ തന്നെ. പക്ഷെ ഇപ്പം അത് വലിയ സംഭവമായി. ഇതെന്താ ഇതിൻ്റെ ലോജിക്ക്? ഇതിനെന്തെങ്കിലും അർത്ഥം? ചോദിച്ചത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ്. ഇത് കൺസൾട്ടൻസ് ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളല്ലാതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ, അതായത് UK, കാനഡ, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, USA, ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഏറ്റവും അധികം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. അവരുടെ അടുത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും 2 വിസ ചെയ്യാൻ പറ്റുന്ന 2 സ്റ്റാഫിനെ നിങ്ങൾ ഇരുത്തി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് മോട്ടീവായിട്ട് നടത്തുമ്പോൾ ആയിരക്കണക്കിന് പിള്ളേരെ വെറും 2 രാജ്യങ്ങൾ കൊണ്ട് പറഞ്ഞയക്കാൻ പറ്റും. അവരെന്താണ് കുറേയൊക്കെ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷനെ വിറ്റ് ജീവിക്കുന്ന രാജ്യങ്ങളിൽ പെട്ടാണ് അതൊക്കെ. നേരെ മറിച്ച് യൂറോപ്പിൽ അങ്ങനെയല്ല. നിങ്ങൾ ഓസ്ട്രിയക്ക് പോയിക്കോ, 1.25 ലക്ഷം ചെലവ്. ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷൻ. ലിത്വാനിയ 4 ലക്ഷം പെർ ഇയർ. ഹംഗറി 3.5 ലക്ഷം പെർ ഇയർ. ഇങ്ങനെ സബ്സിഡൈസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം നിങ്ങൾ എങ്ങനെയെങ്കിലും വരുന്ന പ്രൊഫൈൽ എടുക്കലല്ല. സ്വാഭാവികമായിട്ട് ഒരു കൺസൾട്ടന്റിനെ സംബന്ധിച്ചിടത്തോളം 8-10 രാജ്യങ്ങൾ യൂറോപ്പിലുള്ള പഠിച്ചാൽ മാത്രമാണ് പിള്ളേർ 1000-2000 പിള്ളേരെ പറഞ്ഞയക്കാൻ പറ്റുക. അപ്പോൾ എന്തായി? അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റഡ് ആവണം. എന്താണ്? അവിടെ ലാംഗ്വേജ് പ്രശ്നമാണ്. അവിടെ പോയാൽ ഭയങ്കര ഇഷ്യൂസാണ്, ആകെ പ്രശ്നമാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ പോയിക്കോ, 15-20 ലക്ഷം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ പറഞ്ഞ പിള്ളേരെ അയക്കുന്നത്. 50-60 ലക്ഷം കൊടുത്തിട്ട് പിള്ളേർ ബാച്ചിലേഴ്സ് കഴിയുന്നത്. അല്ല, നമ്മളിപ്പോൾ ഈ ചീപ്പായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും, ചീപ്പായിട്ട് എഡ്യൂക്കേഷൻ കിട്ടും എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് തിരിച്ച് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും ഇവിടുത്തെ ഒരു ജോബ് സെക്ടറിൽ. ശരി, നമ്മൾ ഈ പറയുന്ന യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ചീപ്പായിട്ട് എന്ന് പറയുന്നത് ഒരിക്കലും യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് അല്ല. ഇതൊക്കെ ഗ്ലോബൽ, ഞാൻ നേരത്തെ പറഞ്ഞ QS റാങ്കിങ്ങിൽ ഉൾപ്പെട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല. അപ്പോൾ ഗ്ലോബൽ റാങ്കുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ബിറ്റ്സ് പിലാനി എന്ന് പറയുന്ന പിലാനി ക്യാമ്പസിൻ്റെ റാങ്കിങ് നിന്ന് നോക്കിയാൽ 900 ആണ് ഗ്ലോബൽ റാങ്കിങ്. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നേരത്തെ 1.25 ലക്ഷം 2 ലക്ഷം എന്ന് പറഞ്ഞ ചീപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഇല്ലേ, ഇതിൻ്റെ റാങ്ക് 500-600 ആണ്. ഇവിടുത്തെ ബിറ്റ്സ് പിലാനി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ IIT-ലോ കയറണമെങ്കിൽ ബുദ്ധിമുട്ട് എന്താ? അതിൻ്റെ 10% ബുദ്ധിമുട്ടില്ല ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ കയറാനായിട്ട്. കാരണം ഇവിടെ എന്ന് പറയുന്നത് നമ്മളൊരു ഹ്യൂജ് പോപ്പുലേഷനും അത് യങ് പോപ്പുലേഷനുമാണ്. ഇവർക്ക് പഠിക്കാൻ വേണ്ടി ഇൻഫ്ര ഇവിടെ ഇല്ല. അവിടെ എന്ന് പറയുന്നത് ഏജിങ് പോപ്പുലേഷനാണ്. അവിടത്തുകാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് കുട്ടികളെ കൊണ്ട് യൂണിവേഴ്സിറ്റി അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കാറ്റർ ചെയ്യുമ്പോൾ എൻട്രി റിക്വയർമെൻറ്റ് കുറഞ്ഞിരിക്കും. മാർക്ക് കുറഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. യൂണിവേഴ്സിറ്റി മോശമായിട്ടല്ല അത്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുമ്പോഴേ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ഇംഗ്ലീഷിനൊക്കെ ജസ്റ്റ് പാസ്സായിട്ടുള്ളൊരു ചെക്കനാണ്, പക്ഷെ അവന് പുറത്ത് പോകാൻ ഭയങ്കര ആഗ്രഹം. സാറിനോട് വന്നിട്ട് ചോദിക്കുക ഇതേപോലെ, എനിക്ക് പുറത്ത് പോകണം, അപ്പം അവന് ലാംഗ്വേജ് ഒട്ടും അറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് വരുമാനത്തിന് വേണ്ടി അവനെ കയറ്റി വിടുവോ, അതോ അല്ലെങ്കിൽ അവനോട് പറഞ്ഞ് മനസ്സിലാക്കോ ഇംഗ്ലീഷ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം എന്ന് പറയും? തീർച്ചയായിട്ടും അവനല്ലാതെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളെന്ന് അറിയിച്ചു, ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് പ്രൊഫസർ ക്ലാസ് എടുക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുമ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ആൾക്കാർ മലയാളമല്ല സംസാരിക്കാൻ പോകുന്നത്. അവന് ഒരു നിലയ്ക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഈ IELTS ഇല്ലാതെ എങ്ങനെ പോകാം, IELTS ഇല്ലാതെ എങ്ങനെ പോകാൻ ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളത് സംസാരിക്കുക എന്നുള്ളത് ഒരു വലിയൊരു സംഭവമല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്ത് നിങ്ങൾക്ക് അപ്പോഴും വേണ്ടി വരില്ല ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമല്ല. അതേ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്തുമാത്രം താഴത്തേക്ക് വന്നു തിരിച്ചറിയണമെങ്കിൽ നമ്മളെ കോളേജിൽ നിന്ന് നമ്മൾ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പോലും പഠിച്ചറിയുന്ന പിള്ളേർക്ക് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഒരു സ്റ്റേജിൽ കുറച്ച് ആൾക്കാരെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ എന്താണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ഇംപ്ലൈ ചെയ്യുന്നത്? പിന്നെ അതേസമയം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നാൽ കുട്ടിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നു. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എറണാകുളത്തോ ബാംഗ്ലൂരോ ചെന്നൈയിലോ ഒക്കെ ഉള്ള MBA മറ്റ് കോഴ്സസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് എന്തുമാത്രം വാലിഡ് ആണോ അതിനേക്കാളും തീർച്ചയായിട്ടും ഒരു 10 ഇരട്ടിയെങ്കിലും വാലിഡിറ്റി ഉണ്ട് യൂറോപ്യൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. കാരണം അതൊക്കെ ഗ്ലോബൽ റാങ്കിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റീസാണ്. നമ്മൾ ഇവിടുന്ന് പഠിച്ചറിഞ്ഞ എത്ര യൂണിവേഴ്സിറ്റീസ് ഗ്ലോബൽ റാങ്കിലുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഗ്ലോബൽ റാങ്ക് എന്ന് പറയുന്ന US റാങ്കിങ്ങിലോ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിലോ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വന്നു. അതിന് ആഫ്രിക്കയിലായാലും ഇപ്പോൾ ഇന്ത്യ ഡെവലപ്പിംഗ് രാജ്യമല്ലേ, IITs എവിടെയുള്ളത്? നമ്മുടെ നാട്ടിലല്ലേ. IITs ഗ്ലോബൽ റാങ്ക് അല്ലേ. IIT-ൽ പഠിച്ചൊരു കുട്ടിക്ക് ഇവിടുന്ന് അമേരിക്ക പോയി ജോലി കിട്ടാതിരിക്കും. ഇന്ന് അതേപോലെ തന്നെയാണ് QS റാങ്കിൽ ഉൾപ്പെട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി യൂറോപ്പിലുള്ളത് പഠിച്ചിട്ട് തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് വാലിഡിറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചും IIT-ൽ പഠിച്ചൊരു കുട്ടിക്ക് ഗ്ലോബൽ റാങ്കിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റി പഠിച്ചൊരു കുട്ടിക്ക് US-ൽ പോയി ജോലി കിട്ടുമെങ്കിൽ അതേപോലെ നമ്മുടെ പിള്ളേർ യൂറോപ്പിൽ പോയി പഠിച്ച് തിരിച്ചു ഇവിടെ വന്ന് ജോലി കിട്ടൊരു ബുദ്ധിമുട്ടില്ല. ഇനി അതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഈ 15-20 ലക്ഷം മുടക്കണ്ട, 8-10 ലക്ഷം കൊടുത്ത് അതിൻ്റെ പകുതി പൈസയ്ക്ക് നമ്മൾ പുറത്ത് പോയി പഠിച്ചിട്ട് ഇനി ജോലി കിട്ടിയില്ല വെച്ചോ, വേണ്ട. ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ 20 ലക്ഷം കൊടുത്തിട്ട് അല്ലെങ്കിൽ 15 ലക്ഷം കൊടുത്തിട്ട് പഠിക്കുന്നതിന് പകരം പുറത്ത് പോയിട്ട് ആ ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഗെയിൻ ചെയ്ത് തിരിച്ചു വന്നുകൂടെ അറ്റ്ലീസ്റ്റ്. നമ്മളൊരിക്കലും എക്സ്പെൻസീവ് ഓപ്ഷൻസ് അല്ലല്ലോ പറയുന്നത്. നമ്മളെങ്ങനെ എക്കണോമിക്കലായിട്ടുള്ള ഓപ്ഷൻസിൽ എങ്ങനെ ലയബിലിറ്റി എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ കൺസൾട്ടൻസിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വരുവാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ വീട് ലോണൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പം കൺസൾട്ടൻസിയിൽ വരുമ്പോൾ അവർ പറയുന്നത് അവിടെ ചില പാർട്ട് ടൈം ജോലിയുണ്ട്, ഇത്ര രൂപ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര യൂറോ കിട്ടുന്നുണ്ട്. അത് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിലോട്ട് മാറ്റുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ്. അപ്പം അതിന് കണ്ണു മഞ്ഞളിച്ച് പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവസാനം അവിടെ നിന്നിട്ട് തീയും വന്നിട്ടില്ല ജ്യോതിയും വന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥ വരുമ്പോൾ അപ്പം ഈ പാവപ്പെട്ട വീട്ടിലുള്ളവർ അല്ലെങ്കിൽ ഈ അമ്മയും അച്ഛനൊക്കെ വന്ന് നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങളെ വിശ്വസിച്ചല്ല എൻ്റെ കുട്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പം അതിനൊരു മറുപടി എന്തായിരിക്കും? ഒരു കാലത്തും പാർട്ട് ടൈം ജോലി ഇത് ഫീസ് അടയ്ക്കാന്നുള്ള വാഗ്ദാനം ഞാൻ കുട്ടികളോട് പറയാറില്ല. അത് എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ദയവ് ചെയ്തിട്ട് അത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കൺസൾട്ടന്റ് പറയുന്നുണ്ടെങ്കിൽ ഉടനെ അവിടുന്ന് പേര് വെട്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിക്കോളൂ. അത് പറയുന്നത് ഒരു ഫേക്ക് കമ്മിറ്റ്മെന്റും പ്രോമിസാണ്. ഒരിക്കലും ചെയ്യരുത്. എൻ്റെ അടുത്ത് ഒന്നൊരു കുട്ടിയുണ്ട്, നമ്മൾ ലിത്വാനിയിലേക്ക് അയച്ചൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ വാചകം വെച്ചാൽ ഫസ്റ്റ് ഇയറിന് ഫീസ് മാത്രമേ ഉള്ളൂ കുട്ടിയിൽ 10 ലക്ഷം രൂപ. UK ഫിസിയോതെറാപ്പി പഠിക്കാനാണ് കുട്ടി തയ്യാറായിരുന്നത്. പോവാൻ നിൽക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് ഈ ആദർശയുടെ കണ്ടെത്തുകയാണ്. അത് കഴിഞ്ഞ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആ കുട്ടി പാർട്ട് ടൈമിലൂടെ ഫീസ് കണ്ടെത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും കിട്ടില്ല. 10 ലക്ഷം രൂപ പെർ ഇയർ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ UK പോയിട്ട് നിങ്ങൾ ജന്മം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ എന്തുണ്ടായി? ആ കുട്ടിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കരിയറും പോയി, 10 ലക്ഷം രൂപയും പോയി, എല്ലാം പോയി തിരിച്ചു വരേണ്ടി വന്നേനെ. നമ്മളുണ്ട് ആ കുട്ടി ഗൈഡ് ചെയ്ത് ലിത്വാനിയ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് അയച്ചു. ഫിസിയോതെറാപ്പി പഠിച്ച കുട്ടി ഇപ്പോൾ ജോലി ചെയ്യുക അവിടെ. എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾക്കെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കാറുണ്ട് അതൊരു ഫേക്ക് കമ്മിറ്റ്മെന്റ് ആണ്, അതിൽ ചെന്ന് പെടരുത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പാർട്ട് ടൈം ജോലി കിട്ടാനും ഒരുപാട് പാടാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഹ്യൂജ് ആയിട്ടുള്ള എക്കണോമിക് സൈസുള്ള രാജ്യങ്ങളല്ല ഇതൊന്നും. പലതും ഡെവലപ്ഡ് ആണെന്ന്. അപ്പോൾ നമ്മൾ നോക്കിയാൽ GDP എന്ന് പറയുന്ന സംവിധാനത്തിൽ നോക്കിയാൽ US ചൈനയും ഒക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഈ പറഞ്ഞ 3, 4, 5 ട്രില്യൺ ഡോളർ നിൽക്കുന്ന എക്കണോമികളാണ് എല്ലാം തന്നെ. അപ്പോൾ എല്ലാ ആൾക്കാരും കൂടെ ഒരൊറ്റ സ്ഥലത്തേക്ക് അങ്ങോട്ട് ഒഴുകുക എന്നുള്ള ട്രെൻഡിങ് ചെയ്യുക പിള്ളേർ. ഇപ്പോൾ ഓസ്ട്രിയ ഞാനൊരു 3 വർഷം മുന്നേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. കേരളത്തിലെ കുട്ടികൾ ഓസ്ട്രിയ പോയി തുടങ്ങിയത് ഞാൻ അഡ്വൈസ് കൊടുത്തിട്ടാണ്. ഇന്ന് എല്ലാവർക്കും ഓസ്ട്രിയ പോയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യല്ലേ. ഇത് കാനഡയ്ക്ക് പിള്ളേർ ഒഴുകി പോയിരുന്നപ്പോൾ പറഞ്ഞത് ചെയ്യല്ലേ, ഇത് അനുസരിച്ചില്ല. കുറേ ആൾക്കാർ കടക്കണിൽ പെട്ടു. ഇപ്പം അടുത്ത ഓസ്ട്രിയയാണ്. ഓരോ രാജ്യത്തിൻ്റെയും എന്താ പറയുക ഫോക്കസ് ഏരിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പറയുന്നത് എന്തിനാ? നമ്മുടെ നാട്ടിൽ ജോഗ്രഫിക്കൽ ഏരിയ ഇഷ്ടംപോലെ ഉണ്ട്, മാൻ പവർ ചീപ്പാണ്. സോ മാനുഫാക്ചറിങ്ങിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഫോക്കസ്. അപ്പോൾ ഓരോ രാജ്യത്തിനും ഫോക്കസ് ഏരിയകളായിട്ടുള്ള ഇൻഡസ്ട്രികൾ ഉണ്ടാവും. ആ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടാൻ പാകത്തിലുള്ള കോഴ്സ് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മുടെ ജോലി സാധ്യത കൂടും. ഇതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ എല്ലാ ആൾക്കാരും കൂടെ ജസ്റ്റ് ബിക്കോസ് ഓസ്ട്രിയയിൽ 1.25 ലക്ഷം പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഏത് കോഴ്സ് എടുത്താലും ഓസ്ട്രേലിയക്ക് പോകണം തീരുമാനിച്ച് എങ്ങനെ ഉണ്ടാവും? അവിടെ പ്രശ്നം വരും. ഒരു നോമിനലായിട്ടുള്ള തിരക്കും നമ്മുടെ കോഴ്സും ഇൻഡസ്ട്രിയുടെയും റെലവൻസ് അനുസരിച്ച് നമ്മൾ രാജ്യം തിരഞ്ഞെടുത്താൽ, നമ്മൾ പുതിയ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ രാജ്യം സേഫ് ആവണം, ഡെവലപ്ഡ് ആവണം. നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റി ആവണം, QS റാങ്കിൽ ഉൾപ്പെടണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തീരെ അത്രയും ഉഴപ്പണം. അത് പഠിക്കുക എന്നുള്ള സംഭവം ഫോക്കസ് മാറി പാർട്ട് ടൈമിലൂടെ നേരത്തെ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഫോക്കസിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ഈ ഫോക്കസ് മാറുന്നപ്പോഴാണ് ഈ വിദേശത്ത് പോകുന്ന പലരും ആദ്യം അവിടേക്ക് ചെല്ലുന്നു, പിന്നെ എന്നിട്ട് അവർ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, റീൽസ് എടുക്കുന്നു, അതുവഴി പണം ഉണ്ടാക്കി രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. ചക്ക വീഴുമ്പോൾ മുതൽ ചാവാറുണ്ട് ഡെഫിനറ്റ് ആയിട്ടും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് പഠിക്കാനായിട്ട് പോയിട്ടുള്ള ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിട്ട് യൂട്യൂബർ ആവാൻ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും അത് വിജയിക്കണമെന്നില്ല. വിജയിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം, പക്ഷെ എല്ലാവരും അത് പിന്തുടർന്ന് ആ ഒരു ട്രെൻഡിലാണ് ഇപ്പൊ എല്ലാവരും അങ്ങോട്ട് പോകുന്നത്. ആ ഒരു ഗ്ലാമർ ലൈഫ് കൊള്ളാലോ. നല്ല ബുദ്ധിമുട്ടാണ് ആദ്യത്തെ 2 വർഷം. അതെപ്പോഴും പറയാറുണ്ട്. നല്ല മനക്കെട്ടിയുള്ള പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് സ്റ്റഡി അബ്രോഡ്. കാരണം നമ്മളൊരു 4 മണിക്കൂർ 5 മണിക്കൂർ ക്ലാസ് ഉണ്ട്, 4-5 മണിക്കൂർ ജോലി ചെയ്യണം, നിങ്ങളുടെ ഒരു 7 hours സ്ലീപ്പ് ഉണ്ടാവും, നിങ്ങൾ പഠിക്കാനുള്ള 2-3 മണിക്കൂർ ഉണ്ടാവും, 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ. ഇപ്പൊ തന്നെ 10-20 മണിക്കൂർ കഴിഞ്ഞു. സോ ലിറ്ററലി 2 വർഷം നിങ്ങൾക്കൊരു ലിഷർ ടൈം ഇല്ല. അങ്ങനെ പണിയെടുക്കാനായിട്ട് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കരിയറിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹമുള്ള പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണത്. അതൊരു സത്യമാണ്. അല്ലാത്ത ആൾക്കാരോട് പോയിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു കാര്യം പറയുമ്പോഴാണ് വാഴ മൂവിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു വേർഡാണ്. അതിനകത്ത് ഇയാളൻ വീട്ടിൽ പറയുന്നുണ്ട് ലോൺ വേണം, അപ്പം 20 മണിക്കൂർ സമയമുണ്ട്, പകുതി മണിക്കൂർ ജോലി ചെയ്തിട്ട് ബാക്കി സമയം ജോലി ചെയ്യാനും ചോദിക്കുമ്പോൾ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്, നീ ജോലി ചെയ്യുമോ, ഇവിടെ നീ ഒന്നും പണിയെടുക്കാത്തവനാണ്, അവിടെ പോയി എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ അതിനകത്ത് ആ മൂവിക്കകത്ത് കൃത്യമായിട്ട് കാണുന്നുണ്ട് ഒരു ഇന്ത്യൻ എന്ന രീതിയിലും അല്ലാതെ നമ്മൾ തൊഴിൽ ചോദിച്ചൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇവിടെ ജോലിയില്ല. പിന്നെ ഒരുപാട് റീല് കണ്ടിട്ടുണ്ട്, ഇന്ത്യനാന്ന് പറഞ്ഞിട്ട് ജോലി കൊടുക്കുന്നില്ല. അവിടെ റേസിസം അല്ല, പക്ഷേ ഇന്ത്യൻ എന്നുള്ളൊരു പേരിൽ ജോലി കൊടുക്കുന്നില്ല, അവിടെ എംപ്ലോയി ഫുള്ളാണ്. അങ്ങനെ പറയുമ്പം ഇവിടുന്ന് ഒരുപാട് പേര് പോകുന്നുണ്ട് അങ്ങോട്ട്, ഈ ഒരു പാർട്ട് ടൈം ജോലി പ്രതീക്ഷിച്ച് വീട്ടിലെ കടനൊന്നും ഒതുക്കാലോ എന്ന് വെച്ച്. അപ്പം അവർക്ക് എന്ത് ഗ്യാരണ്ടിയാണ് കൊടുക്കാനുള്ളത്? ഇതിൻ്റെ ഏറ്റവും പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് കാനഡയിലും UK-ലുമാണ്. യൂറോപ്പിൽ നിങ്ങൾ ഒരിക്കലും ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടാവില്ല. പഞ്ചാബിൽ നിന്നും പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, കഴിഞ്ഞ എനിക്കൊരു 1 year മുന്നേ തോന്നുന്നു ഒരു 700 പിള്ളേരെ കാനഡയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നു.
നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടിട്ടാണ് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയത്. ആ 700 പിള്ളേരെ ഡീപ്പോർട്ട് എന്തിനാണ്? അവർ ഇവിടുന്ന് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് കാര്യങ്ങൾ ഫേക്ക് ആയിരുന്നു. അക്കാഡമിക് റെക്കോർഡ് ഫേക്ക്, IELTS ഫേക്ക്, ഇവിടുന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലല്ല അവിടെ പോയി പഠിച്ചിട്ടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് 2 വർഷത്തെ പഠിപ്പും കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് PR അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇങ്ങനത്തെ വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നമ്മളെ ബാഡ് ചെയ്യാണ്. നമ്മളല്ല അത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെ ചെയ്ത് അവിടേക്ക് എത്തിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സഹായിച്ച കൺസൾട്ടൻസും അങ്ങനെ പോയ ആൾക്കാരും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചീത്തപ്പേരാണത്. അത് പ്രധാനമായിട്ടും UK യിലും കാനഡയിലും അയർലാൻഡിലാണ് ഉള്ളത്. നല്ലോണം ഫേസ് ചെയ്യേണ്ടത്. യൂറോപ്പിൽ ആ ലെവലിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഒന്നാമത് വിസ കണ്ടീഷൻസും കാര്യങ്ങളും സ്ട്രിക്റ്റ് ആണ്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അപ്ലൈ ചെയ്യുന്ന പിള്ളേർക്ക് അത്ര വലിയ നല്ല ഇതല്ല. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ഉണ്ടാവണം, അക്കാഡമിക് റെക്കോർഡ്സ് ചെക്ക് ചെയ്യും, കുറച്ചും കൂടെ എന്താ പറയുക നമ്മുടെ പ്രൊഫൈൽ അവർ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്രൊഫൈലിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു വേർതിരിവ് നമുക്ക് യൂറോപ്പിൽ ഫേസ് ചെയ്യില്ല. മറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷനിൽ ഫേസ് ചെയ്യും. അത് കാണിച്ചു കൂട്ടിയിട്ടുള്ളതിൻ്റെ അനന്തരഫലമാണ്. നമ്മളല്ല, മറ്റ് സ്റ്റേറ്റുകാർ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അബ്രോഡ് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ജോബ് വേക്കൻസി പാർട്ട് ടൈം എന്നാണ് എല്ലാവരും പൊതുവെ പറയുന്നത്. പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് ഒരു പാർട്ട് ടൈം കിട്ടുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഏതൊക്കെ കൺട്രീസിലായിരിക്കും പാർട്ട് ടൈം കുറച്ചും കൂടെ അവൈലബിൾ ആയിട്ട്? പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലോ ടീച്ചിങ് അസിസ്റ്റൻഷിപ്പായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈബ്രറിനായിട്ടോ ഇങ്ങനെയുള്ള ബേസിക് ജോലിയാണ്. ഒരു 3-4 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക. 20 മണിക്കൂർ ഒരാഴ്ചയിൽ എന്ന് വെച്ചാൽ 5 ഡേ വീക്ക് എന്ന് വെച്ചാൽ ഒരു ദിവസം 4 മണിക്കൂറാണ് ജോലി ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ തന്നിട്ട് ഒരു എംപ്ലോയർക്ക് എങ്ങനെ നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റും? ഈ 4 മണിക്കൂർ എന്ന് പറയുന്നത് അവിടുത്തെ ലോ അനുസരിച്ചാണ്. 20 മണിക്കൂർ ഒരാഴ്ചയിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നിയമപ്രകാരം. അപ്പോൾ 5 ദിവസത്തെ വർക്കിംഗ് ആണ് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര വന്നു? 4 മണിക്കൂറാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ജോലികളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അത്ര നേരം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്ത് നമ്മുടെ ജീവിത ചെലവിനുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്കില്ലുള്ള ആൾക്കാരൊന്നും ആവണമെന്നില്ല. ബേസിക് ജോലികളിലാണ് നിങ്ങൾ ഏർപ്പെടുന്നത്. ഇപ്പോൾ അവിടെ പോയി പഠിച്ചിട്ട് അവിടുന്ന് ജോലി കിട്ടിയില്ല, നാട്ടിൽ വന്നിട്ട് ഇവിടുന്ന് ജോലി കിട്ടത്തില്ല. ഓൾറെഡി ഇവിടെ ഉള്ളവർക്ക് ജോലിയുടെ കുറവ് എന്നുള്ളതൊരു പ്രധാന വിഷയമാണ്. അവിടെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവർക്ക് ഇവിടെയും ജോലിയില്ല, ഇവിടെ ഉള്ളവർക്കും ജോലിയില്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ ഒരു പോക്ക്? ഇതിന് ഒരു ജോലിയുടെ സാധ്യത എന്ന് പറയുന്നത് ഇൻഡസ്ട്രികളുടെ പ്രസൻസ് ആണ്. സർവീസ് ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ബിസിനസ്സുകളുടെ പ്രസൻസ് ആണ്. ബിസിനസ് ചെയ്യുമ്പോഴാണല്ലോ അതിൽ ജോലിക്ക് വേക്കൻസി വരുന്നത്. ബിസിനസ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരികയും സ്വാഭാവികമായിട്ട് രാജ്യത്തിൻ്റെ GDP അഥവാ എക്കണോമിക് സൈസ് താഴ്ന്നു വരികയും നമ്മുടെ പോപ്പുലേഷൻ ആണെങ്കിൽ യാതൊരു കുറവുമില്ല. ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നത്. അങ്ങനെ പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ജോലി സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എല്ലാ ബിസിനസ്സും അനുഭവിക്കുന്നുണ്ടാവും. അത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയും ഇപ്പോൾ പ്രത്യേകിച്ച് ടെക്നോളജി അപ്ഗ്രേഡേഷൻ സംഭവിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ട്. നമ്മുടെ എത്ര യൂണിവേഴ്സിറ്റികളിലെ സിലബസ് ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്? നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷമോ 15 വർഷമോ പിന്നിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് മുന്നേ അത് അത്ര വലിയ കാര്യമായിട്ട് ബാധിച്ചിരുന്നതിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഫാസ്റ്റായിട്ടല്ല ഈ അഡ്വാൻസ്മെൻറ്റ് നടന്നിരുന്നത്. ഇന്നത് സൂപ്പർ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് ഡീംഡ് ഓട്ടോണമസ് യൂണിവേഴ്സിറ്റികളാണ്. അവരുടെ സിലബസ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡും അപ്ഡേറ്റഡുമാണ്. നമ്മുടെ UGC ഒരു തീരുമാനം എടുത്ത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോഴേക്കും രാജ്യം അല്ലെങ്കിൽ മൊത്തം വേൾഡ് എന്ന് പറഞ്ഞ വേറെ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഗ്യാപ്പ്, കരിയർ ഇതിൽ വരുന്ന നോളജ് ഗ്യാപ്പാണ് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് റീസൺ. പുറത്ത് പോയി പഠിച്ച് വന്നിട്ടുള്ള ഒരാൾ, അത്രയും നല്ല എക്സ്പോഷർ കിട്ടിയിട്ടുള്ള, നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഉള്ള, അത്യാവശ്യം പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷനുള്ള ഒരാൾക്ക് ജോലി കിട്ടാതിരിക്കുക എന്ന് പറയണമെങ്കിൽ അയാൾ തിരഞ്ഞെടുത്തുള്ള യൂണിവേഴ്സിറ്റി അത്രയും പരിതാപകരമായിരിക്കണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പോയിട്ട് യൂട്യൂബർ ആവാൻ ശ്രമിക്കുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. നേരവണ്ണം ആ സിലബസിനെയും അവിടുത്തെ സംവിധാനത്തിനെയും യൂട്ടിലൈസ് ചെയ്തിട്ട് 2 കൊല്ലം ഇൻഡിപെൻഡൻ്റ് ആയി അവിടെ പഠിച്ച് ഇറങ്ങിയ ഒരു പയ്യനാണെങ്കിൽ, ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടിയിരിക്കുന്നുള്ള ഉറപ്പാണ്. അതേപോലെ തന്നെ താങ്കളുടെ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പോയേക്കുക, അവിടെ ലാൻഡ് ചെയ്യുന്ന വേറെ കാര്യങ്ങൾ തിരക്കോ അല്ലെങ്കിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ആയി കോളേജിൽ പോയി ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ പറയും, ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്താ? ഹു ഈസ് എ കൺസൾട്ടൻറ്റ് ബേസിക്കലി, സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്. നിങ്ങൾ നിങ്ങളുടെ കരിയർ എവിടുന്ന് തുടങ്ങണമെന്ന് പറഞ്ഞ ഒരാളാണ്. നിങ്ങൾക്ക് ഞാൻ BTech എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്തു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സജസ്റ്റ് ചെയ്തു. ഒരു കാരണവശാലും മാനുഫാക്ചറിങ്ങോ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ സംഭവങ്ങളോ നടക്കാത്ത ഒരു പെർട്ടിക്കുലർ രാജ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ അയച്ചതെങ്കിൽ, ഞാൻ നിങ്ങളവിടെ എയർപോർട്ടിൽ ഇറങ്ങി എൻ്റെ ആൾക്കാരെ കൊണ്ട് നിങ്ങളെ ഹോസ്റ്റലിൽ എത്തിച്ചു, പാർട്ട് ടൈം ഒക്കെ അറേഞ്ച് ചെയ്തു, എല്ലാം ശരിയാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കരിയർ ഉണ്ട്. ഈ കരിയർ എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ അതിന് പ്രസക്തിയുള്ളത്? നമ്മുടെ രാജ്യത്തുള്ളതിനേക്കാളും സേഫ്റ്റി എലമെൻറ്റിൽ എത്രയോ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും. ഇവിടെ സുഖമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഹോസ്റ്റലിൽ എത്താനുള്ള ഐഡിയ പോലും ഇല്ലാതിരിക്കുക. അവർക്ക് ബേസിക് ഗൈഡൻസ് കൊടുത്താണ് നമ്മൾ വിടുന്നത്.
ഒരാളുടെ ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് എവിടെ നിന്ന് നിങ്ങളുടെ കരിയർ തുടങ്ങണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല. ആ കൺസൾട്ടൻറ്റിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള സർവീസസിൽ പെടുന്നതാണ് ഈ പറഞ്ഞ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യലും എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് അറേഞ്ച് ചെയ്യലും. അയാൾ ചെയ്യേണ്ട മെയിൻ റോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പ്രൊഫഷൻ അത് എവിടെയാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, എന്തുകൊണ്ട് ഇത് നന്നായിട്ട് വരും എന്ന് പറഞ്ഞു കൊടുത്ത് അയാൾക്ക് ജോലിയിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേരാണ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്. അൺഫോർച്ചുനേറ്റ്ലി ഇതിനൊന്നും ഒരു പ്രോമിനൻസും ഇപ്പം ഇല്ല. കാനഡയിലും യു കെയിലും അയർലാൻഡിൽ നിന്നും പറഞ്ഞ് പിള്ളേരെ എങ്ങനെയും കുറേ യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ് നിരത്തി പിടിച്ചിരുത്തും. അതിൻ്റെ 24 മണിക്കൂറിൽ ഓഫർ ലെറ്റർ തരാമെന്ന് പറയും. എന്നിട്ട് എങ്കിലും ഓഫർ ലെറ്റർ അടിച്ചു കൊടുത്ത് കയറ്റി വിടും. 2 വർഷം കഴിഞ്ഞ് നേരെ അതുപോലെ തിരിച്ചിങ്ങോട്ട് വരും പിള്ളേർ, ലയബിലിറ്റി ആയിട്ട് തിരിച്ചു വരും. പക്ഷെ എന്താ നോക്കുമ്പോൾ എല്ലാ സർവീസസും അവൈൽ ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ട കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്തു കൊടുത്തിരുന്ന കാര്യമുള്ളത്? പക്ഷെ അതിലോട്ട് തന്നെയാണ് എൻ്റെ ഒരു ചോദ്യം കൂടെ. അങ്ങനെ എത്ര സ്ഥാപനങ്ങൾ ഈ പോകുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്? അവിടെ ക്ലാസ്സിൽ കയറിയോ എല്ലാം ഓക്കെ ആണെന്ന് ഒരു ചെറിയൊരു വെരിഫിക്കേഷനിലും ചെയ്യുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട് എന്നതാണ് ഒരു ചോദ്യം. അങ്ങനത്തെ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങൾക്കും ഒരു പരിധിക്കപ്പുറം നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഓപ്പറേഷൻ ചട്ടക്കൂടുകളുണ്ട്. നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു കൺസൾട്ടൻറ്റിന് ഒരു കോട്ട നിശ്ചയിച്ച് പിള്ളേർ അവരുടെ മാർക്കറ്റിംഗ് ടീമുമായിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വെക്കണ പോലെയല്ല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൽ. നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫും കരിയറുമാണ്, അതിന് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് പേഴ്സണലി. ആ ഒരു ഉത്തരവാദിത്ത ബോധം ഇല്ലാത്ത ഒരു കുട്ടി ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഫ്ലോപ്പ് ആവും. അപ്പോൾ അവിടെ പോയി വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യില്ല എന്നാണോ? ഡെഫിനറ്റ്ലി അല്ല. അവർക്കൊരു ജെനുവിൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓക്കെ, ആ കുട്ടി ക്ലാസ്സിൽ കയറാതെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പലതും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളാവുന്ന വിധത്തിൽ അതിന് പ്രതികരിക്കും, നമ്മളാവുന്നത് സപ്പോർട്ട് ചെയ്യും. ബട്ട് ആ വ്യക്തിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് മറന്നിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കൺസൾട്ടന്റിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ വന്ന് കൺസൾട്ട് ചെയ്ത് എനിക്കിങ്ങനെ അവിടേക്ക് പോകണം, അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു തുക പറയുന്നു, പിന്നെ അതിന് ശേഷം ഇല്ലേ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഹിഡൻ ഫീസസ് ഉണ്ട്. സ്റ്റഡി അബ്രോഡിന് പകരം നാട്ടിലെ ഒരാളുമായിട്ട് ഈ സ്റ്റുഡൻസിനെ ഒന്ന് കണക്ട് ചെയ്ത് അവർക്ക് പഠിക്കാനും ജോലിയുമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പാർട്ട് ടൈം ചെയ്ത് വീട്ടിൽ തന്നെ ജീവിക്കാം, നമുക്ക് ചിലവുകൾ കുറവായി. കാനഡയും യു കെയും ഓസ്ട്രേലിയയും ഒക്കെ തന്നെ എഡ്യൂക്കേഷനെ കമേഴ്ഷ്യലൈസ് ചെയ്ത രാജ്യങ്ങളാണ്. നിങ്ങൾ ഇവിടുത്തെ തിരഞ്ഞെടുക്കുമ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി പാസ്സാവുന്നത്, അവിടെ 4 വർഷത്തിൽ പാസ്സാവുമ്പോൾ